ഇത്തിരി ഉള്ളതിനെ ഒത്തിരിയാക്കി തരുന്നവനാ നമ്മുടെ കർത്താവ്. കുറവുള്ളവരെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതയെ മാറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ തൃപ്തരാക്കിയ സംഭവം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കുറവുള്ളതിൻ്റെ മേൽ നാഥൻ്റെ കരം തൊട്ടപ്പോൾ അത് നിറവുള്ളതായി മാറി. 5 അപ്പവും 2 മീനും വലിയൊരു ജനക്കൂട്ടത്തിന് വിശപ്പടക്കുവാൻ കഴിഞ്ഞത് മാത്രമല്ല, ധാരാളമായി മിച്ചം വരുത്തുവാൻ കർത്താവിന് കഴിഞ്ഞു. ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് എന്താകാനെന്ന് സ്വന്തം ബുദ്ധിയിൽ മനുഷ്യർ ചിന്തിക്കുമ്പോൾ 5 അപ്പവും 2 മീനും വലിയൊരു ജനക്കൂട്ടത്തിന് വിശപ്പടക്കുവാൻ കഴിഞ്ഞത് മാത്രമല്ല, ധാരാളമായി മിച്ചം വരുത്തുവാനും കർത്താവിന് കഴിഞ്ഞു. ചില നേരങ്ങളിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിസ്സാരമെന്ന് കരുതിയിരിക്കുന്ന പല കഴിവുകളും വിശ്വാസത്തോടെ അവിടുത്തെ കരത്തിലേക്ക് കൊടുക്കുവാൻ തയ്യാറായാൽ ഈ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ കുറവുകളെ, ശൂന്യതകളെ കർത്താവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അല്പമേ ഉള്ളോ, അതിനെ ഉയർത്തി സ്തോത്രം ചെയ്യുക, കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. ഈ അല്പത്തെ അധികമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നിങ്ങൾക്കുള്ളതിനെ, നിങ്ങളുടെ അവസ്ഥയെ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. ശൂന്യതയുടെ നടുവിൽ നിങ്ങളെ നിറയ്ക്കുവാൻ, ഉയർത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും.